വാൽനാക്കെടുത്ത് വളച്ചു. ഇന്ന് അവള് വന്നാ നീ കണ്ടോ? ഞാൻ അവള് മാത്രം ഒരു പഠിപ്പിസ്റ്റ്. നമ്മളൊക്കെ എന്നാ ഞൊട്ടാനിരിക്കുക? ഇത് സ്റ്റഡി ടൈം ആണ്. നാളെ മോഡൽ എക്സാം തുടങ്ങാം. എന്ത് കഷ്ടം ഇത്. ജീലു, ഇത് ഞാൻ മേട്ടനോട് കംപ്ലൈന്റ് ചെയ്യും. ജീലു, നീതു സോറി, ഇത് ഞാൻ മാനേജ് ചെയ്തോളാം. ജീലു, സ്റ്റോപ്പ് ഇറ്റ്. ഫിനിഷിംഗ് ടച്ച് കഴിഞ്ഞു. എന്റെ ജീലു, നിനക്കിത് എന്തിന്റെ കേടാ? ഡിസിപ്ലിനും ഇല്ല, സമയത്ത് കാശും കൊടുക്കേല. മേട്ടർ നിന്നോട് വലിയ സ്നേഹമായിട്ടിരിക്കുക. ഒരു ജെനുവിൻ കംപ്ലൈന്റ് കിട്ടിയാൽ മതി. ഇന്ന് രാത്രി നീ പുറത്താ. എടി മഡ്ഗാർഡ് വീലിൽ ഒറിഞ്ഞിട്ട് വണ്ടി ഓടുന്നില്ല. എടി കഴുതേ, ആക്സിഡന്റ് സ്പോട്ടിൽ പബ്ലിക് സപ്പോർട്ട് നിനക്കല്ലായിരുന്നോ? നാച്ചുറലി. കാരണം ഒരു ഐറ്റം നമ്പർ ആണല്ലോ അപകടത്തിൽപ്പെട്ടത്. പൊതുജനം നന്നായി സപ്പോർട്ടും. പിന്നെ നീ അവനോട് കാശ് വാങ്ങാതിരുന്നെന്താ ചോദിച്ചത്? എന്തേത്? വായിച്ചു നോക്ക്. കൊളോണിയൽ സൊല്യൂഷൻസ് ആൻഡ് സിസ്റ്റംസ്, JKRK, കൊച്ചി. പേര് കേട്ടിട്ട് ഒരു സോഫ്റ്റ്വെയർ കമ്പനി മാതിരിയുണ്ട്. ഇത് നിന്റെ കയ്യിൽ എങ്ങനെ വന്നു? ഇവര് ഉഴുന്നോടെ പാർട്ടീസ് ആണോ? ഇതിന്റെ മറുപടി പ്രോപ്പർ സിറ്റുവേഷൻ വരുമ്പോ ഞാൻ പറയാം. എടി, സിറ്റിയിലെ കൊള്ളാവുന്ന സോഫ്റ്റ്വെയർ കമ്പനിയാണ് കൊളോണിയൽ സൊല്യൂഷൻസ്. അതിന്റെ CEO ആണ് എന്റെ സ്കൂട്ടറിൽ വന്ന് മുട്ടിയ പാർട്ടി, KG രാമസ്വാമി അയ്യങ്കാർ. അയ്യേ, കിളവനാ? ഇല്ല, പയ്യൻ, ലേറ്റ് 20s. കാണാനും കൊള്ളാം. കമലഹാസൻ അയ്യങ്കാറാണ്. നമ്മുടെ കോളേജ് ക്യാൻറ്റീനിലെ കുക്കും അയ്യങ്കാരാണ്. ഓക്കെ, ജാതി പറഞ്ഞുള്ള കളി വേണ്ട. എന്റെ പോയിന്റ് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. തൽക്കാലം മഡ്ഗാർഡ് ശരിയാക്കാൻ 500 രൂപ അയാളോട് മേടിക്കുന്നതാണോ, അതോ ഈ ഒരു കടപ്പാടിന്റെ പേരിൽ അവന്റെ കമ്പനിയിൽ ഒരു പാർട്ട് ടൈം ജോലി സംഘടിപ്പിക്കുന്നതാണോ ബുദ്ധി? ഓഹോ, ഞാൻ ആ നീതുവിന്റെ തലയ്ക്ക് ചെറിയൊരു മുട്ട് കൊടുക്കട്ടെ, റിപ്പർ സ്റ്റൈലില് പ്ലീസ്. ജീലു, അല്ലെങ്കിൽ വേണ്ട, ഇത് വെച്ചൊരു കുത്തു കൊടുത്താലോ? എവിടെ കുത്തും? അവൾക്ക് ഇത്തിരി ഓവർ കോൺഫിഡൻസ് ഉള്ള ഏരിയ തന്നെ കുത്താം. എന്നെന്തോ കുത്തി. എവിടെ കുത്തി? എവിടെയാ? എന്നെ കുത്തി. പറഞ്ഞോളൂ കുട്ടി, എവിടെയാണെന്ന് പറയൂ. ജീലു എബ്രഹാം, മേട്ടൻ അന്വേഷിക്കുന്നു. എന്നെ പോക്കിടി. നിന്റെ പേരെന്താടാ നത്തെ? പൊട്ടനാണോടാ നീ? തൊമ്മിക്കുഞ്ഞല്ലേ? അതെ, ടോം പോൾ. ഷീല മാഡത്തിന് ബോധം തെളിഞ്ഞു. മോനെ അമ്മ അന്വേഷിച്ചു. എനിക്ക് കാണണ്ട. വാ, അമ്മയെ കാണണ്ടേ? വേണ്ട. അതെന്താ? കാണണ്ടെന്ന് പറഞ്ഞില്ലേ? സാരമില്ല, ലേവൻ യൂസ്ലെസ് ആണ് അവൻ. മാഡത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ? നത്തിങ് സീരിയസ്. മുറിവ് അത്ര ഡീപ്പല്ല, വീഴ്ചയുടെ ഒരു ഷോക്ക്, അത്രേ ഉള്ളൂ. എനിക്കൊന്ന് കാണാൻ പറ്റുമോ? പുറത്തിങ്ങനെ ഒരാൾ കാത്തു വെക്കുന്നതായി പറഞ്ഞു. ആളെ അറിയില്ലെന്നാ പറഞ്ഞത്. യഥാ മാത തഥാ പുത്ര. അവന് പറ്റൊരു പേര് പെഞ്ഞിക്കുഞ്ഞ്. എന്താണോ നോക്കി പഠിപ്പിക്കുന്നത്? അയ്യോ, അപ്പ വരുന്നു. ഹായ് സർ. സാർ, ഞാൻ പറഞ്ഞില്ലേ ഈ കുട്ടിയാണ് മാഡത്തിനെ. ഓ, താങ്ക് യു. എന്താ പേര്? ജീലു. എവിടെയാ വീട്? ഹോസ്റ്റലിലാണ്. സ്റ്റുഡൻ്റ് ആണല്ലേ? എങ്ങനെ പോവും? വെഹിക്കിൾ ഉണ്ടോ? ഇല്ലെങ്കിൽ ഡ്രോപ്പ് ചെയ്യാം? വേണ്ട സർ, വെഹിക്കിളുണ്ട്. ഓക്കെ, താങ്ക് യു. കിലോ. ബാഡ് നൈറ്റ്. അവരെ അങ്ങോട്ട് ചെന്ന് മുട്ടുന്ന സേഫ്.
ലാസ്റ്റ് ബസ് പോയോ ചേട്ടാ? അതിന് നാളെ രാത്രി വിളിയേച്ചി. ലാസ്റ്റ് ബസ്സൊക്കെ എപ്പോഴേ പോയി പെങ്ങളെ. എങ്ങോട്ടേക്കാ? ഞങ്ങൾ വേണേ ഡ്രോപ്പ് ചെയ്യാം. താങ്ക് യു വെരി മച്ച് ചേട്ടാ. മിക്കവാറും നിങ്ങൾ തന്നെ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യണേ. വരാന്ന് പറഞ്ഞ റാസ്കലിന് ഒരു ലാസ്റ്റ് ചാൻസ് കൊടുക്കാം. ഒരു ലിഫ്റ്റ് തരുമോ? പണി തന്നതാണോ മച്ചാനെ? എവിടേക്കാ? പനമ്പള്ളി നഗർ. കേറിക്കോ. താങ്ക് യു. സോ ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ഹലോ, പേര് പറഞ്ഞില്ല. പണി പാളി. മനഃപൂർവ്വം പറയാതിരുന്ന രാത്രി കാണുന്ന കൊച്ചിക്കാരോട് വലിയ ലോകത്തിന് പോകരുതെന്ന് അമ്മച്ചി എപ്പോഴും പറയാറുണ്ട്. തമാശ പറയാതെ ആ നമ്പറും പേരും ഒന്ന് പറഞ്ഞേ. ഞാൻ വിൻസെന്റ്. മൈ ഫോൺ നമ്പർ ഈസ് 2255. മോനെ വിൻസെന്റ് ഗോമസേ, ഒരു നിസാര ഫ്രീ ലിഫ്റ്റിന് മോൻ വലിയ വലിയ കാര്യങ്ങളൊക്കെയാ പ്രതീക്ഷിക്കുന്നത്. എന്തിനാ നമ്പർ? നമ്മൾ പ്രേമിക്കാൻ പോകുന്നു? അതോ ചേട്ടൻ എന്നെ കല്യാണം കഴിക്കുമോ? അടുത്ത സെമിസ്റ്റർ ഫീസ് നീ തരുമോ? അതെ, ചില പെമ്പിള്ളേര് ലിഫ്റ്റൊക്കെ ചോദിക്കും. വണ്ടി നിർത്താതിരിക്കുന്നത് ആമ്പിള്ളേരുടെ മിടുക്കൽ. ലോറി ട്രാഫിക് ഉള്ള സമയം. ടേക്ക് കെയർ. എന്താണ് അവൾക്ക് ഇത്ര ജാട? അലവലാതി. എന്താണ് ജോലി, ഏതാണ് ജോലി, എല്ലാം സസ്പെൻസാ. 500 × 30. അവളെന്നെ മൾട്ടിപ്ലിക്കേഷൻ പഠിപ്പിക്കുക. ഇടി പീഡനങ്ങളുടെ ഒക്കെ കാലമാണ്. അവള് വല്ല വശപ്പിശക്ക് ലൈനാണോ? ലെസ്ബിയൻ സാധ്യതയുണ്ട്. നിനക്കൊരു മാൻലി ലുക്ക് ഉണ്ടല്ലോ. സ്മാർട്ട് സിറ്റി, ആന, ചേന എന്നൊക്കെ പറയുന്നതല്ലാതെ ജോബ് മാർക്കറ്റിൽ കമ്പ്യൂട്ടറുകാരുടെ ഡിമാൻഡ് അനുനിമിഷം കുറയാണ്. എന്നാലും പാർട്ട് ടൈം ജോലിക്ക് മാസം 15,000 എന്ന് പറയുമ്പോ ഇത്തിരി കൂടുതലല്ലേ? പറഞ്ഞു വരുമ്പോ അത്ര പാർട്ട് ടൈമും അല്ല. 2 to 8, 6 hours. അതെങ്ങനെ പാർട്ട് ടൈം ആകും? എന്നാലും ശമ്പളം പ്രതീക്ഷയ്ക്ക് മുകളിൽ തന്നെയാണ്. എന്തോ ഒരു തിരിമറി അവളുടെ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ഒന്നും ഉണ്ടാവില്ലടി. നിന്റെ ഇല്ലായ്മകൾ കണ്ട് ദൈവം ഒരു വഴി കാണിക്കുന്നതായിരിക്കും. ഹേയ്, അത് ഞാൻ വിശ്വസിക്കുന്നില്ല. ദൈവം അത്ര ഡീസൻ്റ് ആയിരുന്നെങ്കിൽ ഞങ്ങളെങ്ങനെ തെണ്ടുകളാക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. എന്റെ അപ്പം പൊളിയാതെ നിന്നിരുന്നെങ്കിൽ ഷീലയും അവളുടെ കെട്ടിയോനെ ഞങ്ങൾ ശമ്പളക്കാരാക്കിയനെ. 10,000 rupees per month സാലറി. എന്നിട്ട് ഞാൻ പറയും, ഗുണിക്കടി 10,000 2 കൊണ്ട് ഗുണിക്കടി ചട്ടുകാലിന്ന്. ഒരു ജോലിയും ശമ്പളവും എനിക്ക് ആവശ്യമായി പോയി. അല്ലെങ്കിൽ അവളുടെ മറ്റേ കാലം കൂടി ഞാൻ തല്ലി ഓടിച്ചേനെ. ആ ബസ് ഡ്രൈവർ ആയിരിക്കും. ഞാൻ പനിയായിട്ട് കിടക്കുക. ഉന്നോടെ മൂത്രപ്പേരെ വച്ചേക്കാൻ പറ. ഇത് അയാളല്ലടി, ഏതോ അലവലാതിയാ. ആരെ അലവലാതി? അലവല. ഓ മൈ ഗോഡ്, അത് ഷീലയാണ്. അയ്യോ, ഷീലയോ? അന്നേരത്തെ കളിക്ക് ഞാൻ അങ്ങനെ പേര് സേവ് ചെയ്തത്. അലവലാതി. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. നൈസ് ടു ഹിയർ ഫ്രം യു. യെസ് മാഡം. യെസ് മാഡം. ഇന്റർവ്യൂ നാളെ 10 മണിക്ക്. മാഡം. ഗുഡ് മോർണിംഗ്. ഇരിക്കാൻ ഞാൻ പറഞ്ഞില്ല, എഴുന്നേൽക്കാനും പറഞ്ഞില്ല. സിറ്റ് ഡൗൺ. സോറി മാഡം. അവര് ശീലമൊന്നും അല്ലടി, സാക്ഷാൽ ജൂലിയോ റോബോട്ട്സ്. നീ അവരുടെ ഓഫീസ് ഒന്ന് കാണണം. ഇവിടെ ഒരു പ്യൂണിന്റെ പണി കിട്ടിയാലും ഞാൻ ചെയ്യും. അവരെവിടെ? ടോയ്ലറ്റിൽ പോയി. ഞങ്ങള് ലഞ്ചിന് വെളിയിൽ പോവാ. താജില് ബുഫേ. എന്താടി ജോലി? അതുമാത്രം പറഞ്ഞില്ല. നിന്റെ സംശയം ശരിയാണോടി? പാർട്ട് ടൈം ജോലി അന്വേഷിക്കുന്ന നിന്നെ പോലൊരു വെടക്കിന് താജിൽ ബുഫേ. എന്താടി ഇത്? വലിയണോ? അത് വേണ്ട, പക്ഷെ ഒന്ന് സൂക്ഷിച്ചോ.
ലോക്ക് ഉപയോഗിക്കാറില്ലേ? ഉപയോഗിക്കാറില്ല, പക്ഷെ അറിയാം. Then use it. Don't make noise. സോറി. ഡ്രൈവിംഗ് അറിയാമോ? അറിയാം. ആര് പഠിപ്പിച്ചു? വീട്ടില് വണ്ടി ഉണ്ടായിരുന്നു. ഹമ്പടി, വീട്ടില് വണ്ടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് മൈൻഡ് ചെയ്തില്ലല്ലേ? ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. ടൊയോട്ട ക്യാമറ ആയിരുന്നു ഫാദറിന്റെ വണ്ടി. Trying to impress me. ക്ഷമിക്കണം. ഡ്രൈവിംഗ് പഠിപ്പിച്ചത് ആരാണെന്ന് മാത്രമാണ് ഞാൻ ചോദിച്ചത്. ഫാദറാണ് പഠിപ്പിച്ചത്. ലൈസൻസ് ഉണ്ടോ? ഉണ്ട്, ഇന്റർനാഷണൽ ലൈസൻസ്. എറണാകുളം RTO പണ്ട് ഫാദറിന്റെ ഫ്രണ്ടായിരുന്നു. സോറി മാഡം. ജോലിയുടെ ഭാഗമായി ചിലപ്പോൾ വണ്ടി ഓടിക്കേണ്ടി വരും. അതിനു പക്ഷേ പ്രത്യേക ശമ്പളമൊന്നും ഉണ്ടായിരിക്കില്ല. സെയിൽസ് ഡിപ്പാർട്ട്മെന്റിലായിരിക്കും ജോലി, ഔട്ട്ഡോർ സെയിൽസ്. അത് ആംബുലൻസ് ആണ്. So what? സിസ്റ്റർ കാർല, ഞാൻ ഷീല പോൾ. ഇവിടെ ക്യാബിൻ്റെ പുറത്ത്. ശരി. ടോമി പഠിക്കുന്ന സ്കൂളാണിത്. ടോം പോൾ എൻ്റെ മകൻ. ജീലു അറിയും. സ്പോയിൽഡ് ബ്രാറ്റ്. പൊട്ടാന്നെന്റെ അപ്പൂപ്പൻ, മക്കളെന്റെ അമ്മൂമ്മ. സത്യം. ഗുഡ് ആഫ്റ്റർനൂൺ മാഡം. ഇവിടെ തൊമ്മിയുടെ പുതിയ ട്യൂഷൻ ടീച്ചറാണ്, കെയർടേക്കർ. 2 മണിക്ക് തൊമ്മിയെ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്ത് 2:30 ഇവിടെ എത്തും. തൊമ്മിയുടെ പഠനം, ആഹാരം, കളി തുടങ്ങിയ ആക്ടിവിറ്റീസ് എല്ലാം ഇനി ഇവിടെ നോക്കും. രാത്രി 8 മണിയോടെ മടങ്ങിപ്പോവും. ജീലു. യെസ് മാഡം. സോറി മാഡം. ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ്. പക്ഷെ ജോലിക്കാർ തമ്മിൽ പേഴ്സണൽ റിലേഷൻസ് എന്റർടൈൻ ചെയ്യുന്ന ആളല്ല ഞാൻ. ജസ്റ്റ് ഇൻട്രൊഡ്യൂസ്. I'm G. എന്തോന്ന് ചേച്ചി ഇത്? കുക്കറി ഷോയോ? ചൈനീസ്, പിസ്സ, ഇറ്റാലിയൻ, എന്തെങ്കിലും മത്സരം ഉണ്ടോ? ആ കുരുത്തം കെട്ട ചെറുക്കനുണ്ടല്ലോ തൊമ്മി, അവൻ ഏത് നേരം എന്ത് ചോദിക്കുമെന്ന് ആർക്കറിയാം. എല്ലാം പുഴുങ്ങി ഹാഫ് കുക്കാക്കി വെച്ചേക്കാനാ ഷീല മാഡം പറഞ്ഞിരിക്കുന്നേ. ചോദിക്കുമ്പോ ചോദിക്കുന്ന കൊടുത്തില്ലെങ്കിൽ അവൻ ഈ വീടെടുത്ത് തിരിച്ചു വെക്കും. അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നതാണല്ലോ ഷീല മാഡം പറഞ്ഞത്. ഇപ്പൊ എന്താ ഇങ്ങനെയായത്? അതിരിക്കട്ടെ, നിന്റെ പേരെന്താന്നാ പറഞ്ഞേ? ജാനു? നാരായണി. ഏ? നാരായണി. നാണീന്ന് വിളിക്കും. ആ വീട്ടിലാരാ താമസിക്കുന്നേ? അവിടെ ആരും ഇല്ല. ഞാനൊരാളെ കണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ. പെണ്ണുങ്ങളാരും ഇല്ലെന്നാ പറഞ്ഞത്. പെണ്ണുങ്ങളെ ആർക്ക് വേണം? അതൊരു അമേരിക്കക്കാരനാ. പെണ്ണുങ്ങളില്ലാത്ത അമേരിക്കക്കാരനോ? അവനീ കൊച്ചിയിലെന്ത് കാര്യം? അപ്പനും അമ്മയും അമേരിക്കയില്, അവനിവിടെ ഒറ്റയ്ക്കാ. പഠിക്കുന്നോ ജോലിക്കാരനോ? രണ്ടുമില്ല, ചുമ്മാ നടക്കുന്നു. ഭാഗ്യവാൻ.
ചെറുക്കൻ. ഏത് കൊത്താർത്തുന്ന അടി വരുന്നേ? തിരുവല്ല. സർ ഇവനാണ്. ഞാൻ വോളിയം കുറയ്ക്കാൻ പറഞ്ഞ ഇവനാ ചെയ്തില്ല. ഇവനോ? യു കോൾ മീ ഇവൻ? സാർ ഇവളെന്നെ ഇവൻ എന്ന് വിളിക്കുന്നു. ചേച്ചി അല്ലടാ, വിളിക്കട്ടെ. ചേച്ചിയൊന്നുമല്ല, ഇതെന്റെ ഡ്രൈവറാ. ഓ, ഡ്രൈവറാണോ? ടീച്ചറാ. ഡ്രൈവറാണ് സാർ. ഫസ്റ്റ് ഡേ ഡ്യൂട്ടി. ലൈസൻസ് എടുക്കടി. സർ ഗ്രീൻ ലൈറ്റ്. ആ ലൈറ്റിന് വരുവാൻ പോവുകയും ചെയ്യും. ഇന്റർനാഷണൽ ലൈസൻസ് അല്ലേ? ആ പോയിക്കോ പോയിക്കോ പോയിക്കോ. എന്നാടി പറഞ്ഞേ? പോയിട്ട് വരട്ടേന്നാ പറഞ്ഞത്. അല്ല സാർ, പോയിട്ട് വരട്ടെ പട്ടിയെന്നാ ഇവള് പറഞ്ഞു. അല്ല സർ, ഇവൻ നുണയനാ. നുണയെന്നെ. ആ പോ പോ. ഓരോന്ന് പൊട്ടിക്കാട്ടി നിറങ്ങിക്കോളും. നീ എന്നെ കൊല്ലാൻ കൊണ്ടുപോവാണോടി? നിർത്തടി. നിർത്താൻ. പതുക്കെ പോ. അയ്യോ. എന്താ പറ്റി? ബ്രേക്ക് ചവിട്ടിപ്പോ പേടിച്ചു പോയോ? എന്റെ തലയിൽ എന്തോ ഇടിച്ചു. ഫ്രണ്ടിലോ ബാക്കിലോ? ആ, ഫ്രണ്ടിലാണെങ്കിൽ പേടിക്കണ്ട. ബാക്കിലാണെങ്കിലോ? പേടിക്കണം. ബാക്കിൽ നല്ലൊരു അടി കിട്ടിക്കഴിഞ്ഞാ ബോധം കിട്ടുപോകും. ചെറിയ അടിയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ അപ്പയിടും. അത് നമ്മൾ അറിയില്ല. വീട്ടിൽ ചെന്ന് ട്രൗസർ ഊറുമ്പോ ഇതിപ്പോ സാരില്ല, മുമ്പിലല്ലേ, ഇത്തിരി മൂത്രം പോവും, അത്രേ ഉള്ളൂ. നാശം വന്നു. വേണ്ട വേണ്ട തൊമ്മിക്കുട്ടാ, വേണ്ട ചക്കരെ, നീ എന്നെ പേടിപ്പിക്കല്ലേ. വേണ്ട തൊമ്മിക്കുട്ടാ, വേണ്ട. അയ്യോ. Hey, who is that? അയ്യോ. Tommy, what nonsense? എന്റെ അമ്മോ. Who's that? അടുത്ത വീട്ടിലെ അമേരിക്കക്കാരനാ, സേവി. Tommy, are you there? സേവി ചേട്ടാ, വെള്ളം ഒഴിച്ചത് ഞാനല്ലേ, എന്റെ ട്യൂഷൻ ടീച്ചറാ കീലു. മര്യാദ യൂസ്ലെസ്. എക്സാക്ട്ലി. എന്താ അവളുടെ പേര് പറഞ്ഞേ? അസൽ കുരങ്ങാണ് കീലു. എന്റെ പൊന്ന് സേവിച്ചേട്ടാ, വെള്ളം ഒഴിച്ചത് ഞാനല്ല, ഇവനാണ് തൊമ്മി. ഞാൻ ജീലു, കുരങ്ങൊന്നുമല്ല, നല്ല സുന്ദരിയാ. See my face. ഇത് സേവിയൊന്നുമല്ലടാ, രാമസ്വാമിയാ. രാമസ്വാമിയൊന്നുമല്ല, സേവി ചേട്ടനാ. അല്ലടാ, ഇത് അവൻ തന്നെ, രാമസ്വാമി. രാമസ്വാമി വാടാ. എങ്ങോട്ട്? ടീച്ചർ സേവി ചേട്ടനെ പിടിക്കാൻ പോവാ. എന്ത്? സൈക്കിൾ കേറടാ.
അവറാനെ അവറാനെ എന്താ ചേച്ചി? അവള് വന്ന് കേറിയതേ ഉള്ളൂ. ദേ അയലൊക്കത്തെ അമേരിക്കൻ ചെറുക്കനെ പിടിക്കാൻ പോന്നു. അതല്ലേലും ഞങ്ങളുടെ സമുദായക്കാർക്ക് അമേരിക്കക്കാരെ മതി ചേച്ചി. അതല്ലയോ ഞാൻ ഇങ്ങനെ കല്യാണം പോലും അവ തുഴ പോലെ നിന്ന് പോയത്. എനിക്ക് എങ്ങനെ അറിയാം? പ്രൊഫസർ ആണ് നിന്റെ മൊബൈൽ പോക്കാം. അതിനല്ലേ ബാത്റൂം. ഒന്ന് പുറത്ത്. ഹലോ. ചേട്ടാ ഇതേതാ ഈ ലോഹ? ലോഹയല്ലടാ, ഗ്രേറ്റ് പ്രീസ്റ്റ്. കേട്ടിട്ടില്ലേ? ഇല്ല. ഫാദർ തോമസ് അമ്പലക്കാട്. അമ്പലത്തിലെ ഫാദർ? അമ്പലത്തിലല്ലടാ, അമ്പലക്കാട്. ഹൗസ് നെയിമാ. അപ്പൊ തോമി കേട്ടിട്ടില്ലേ? ഇല്ല. വലിയ കോളേജ് പ്രൊഫസറാ. നമ്മുടെ ജീവനൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോഴും? ഇപ്പൊ ഇല്ല, ഇപ്പൊ റിട്ടയർ ആയി. പക്ഷെ ഇപ്പൊ അതിനൊക്കെ അടിപൊളി സെറ്റപ്പ് അല്ലേ? ഊട്ടിയൊക്കെ ബ്യൂട്ടിഫുൾ ആയ ഹിൽ സ്റ്റേഷൻ. അവിടെ സ്കൂള്, കോളേജ്, പശു, ആട്, കോഴി, പിന്നെ ഫൺ പാർക്ക്. ഫൺ പാർക്ക്? ആ, പിന്നെ കോണ്ടിനെന്റൽ ഡിഷസ് കിട്ടുന്ന കിച്ചൺ, ഹോം തിയേറ്റർ. പിന്നെ മിഡ്സമ്മർ വെക്കേഷൻ ചില കുട്ടികളൊക്കെ അവിടെ പോയി താമസിക്കാറുണ്ട്. വെക്കേഷൻ അടിച്ചു പൊളിക്കാൻ. പക്ഷെ അച്ഛൻ ആളെ ഇഷ്ടപ്പെടണം. നമ്മുടെ ജീലൊക്കെ അവിടുത്തെ സ്ഥിരം പാർട്ടിയാ. ജീലു വിചാരിച്ച് നടക്കും. 1 മാസം കൊണ്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് വരും. പിന്നെ 2 മാസം വെക്കേഷനാണ്. ഓൾസാറും ചേച്ചിയും വരാൻ എന്തായാലും 1.5 മാസം കഴിയും. അവധിക്കാലം മുഴുവൻ വെറുതെ തോംസൺ വില്ലയിൽ ചുറ്റിക്കറങ്ങാന്നൊക്കെ പറഞ്ഞാ അതൊരു ടോർച്ചറാണ്. സ്ട്രെയിറ്റ് ആയി മുട്ടണ്ട. ജീലു വരും. ഐസ്ക്രീം വേണോ? ഹേയ്, എനിക്ക് ത്രോട്ട് ഇൻഫെക്ഷൻ ആണ്. അവിടെ കരിമ്പൻ ജ്യൂസ് കിട്ടും, നല്ല മധുര. എനിക്ക് നല്ല ഷുഗറാ. നല്ല ടേസ്റ്റാ. മോനെ, അച്ഛന്റെ 4.5 ഏക്കർ തോട്ടത്തില് നല്ല റൊട്ടി കപ്പ വിളഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോഴായി ഈ കൊച്ചിക്കാരന്റെ കപ്പ ബിരിയാണി. ഇത് കപ്പയല്ല, പൂളക്കിഴങ്ങ. അല്ല, അപ്പൊ നമ്മൾ പറഞ്ഞു നിർത്തിയത് എന്റെ വെക്കേഷന്റെ കാര്യം. പോളച്ചൻ സമ്മതിക്കും. ഞാൻ വിളിച്ചു പറഞ്ഞോളാം. അപ്പ ഓക്കെ ആയാൽ അമ്മ ഡബിൾ ഓക്കെ. അതിന് ഞാൻ ഓക്കെ അല്ലല്ലോ. അതെന്താ? ഒന്നാമത് ഒരു കുട്ടിക്ക് ഒരു റൂം വെച്ച് തരാൻ ഉണ്ടാവില്ല. വലിയ ഹാളാണ്. അത് നിറയെ കട്ടിലുകൾ. 10-100 കുട്ടികളുണ്ടാവും. നിനക്ക് അതൊക്കെ ഒരു ബുദ്ധിമുട്ടാവില്ലേ? എനിക്ക് അതാ ഇഷ്ടം. ഒറ്റയ്ക്ക് കിടക്കാൻ പേടിയാ. പിന്നെ അമ്മയെ കാണണം, ജീലുവിനെ കാണണം. അതൊക്കെ വലിയ പണിയാവും. നീ ചുമ്മാ രാത്രി കിടന്ന് കരഞ്ഞ് കുഴപ്പമുണ്ടാക്കും. അയ്യേ, ഞാനാ ടൈപ്പല്ല. പരിഗണിക്കാം. ജീലു വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ ഒന്ന് വന്ന് പോക്കോട്ടെ അല്ലേ? ഏയ്, അതൊന്നും ശരിയാവില്ല. അവൾക്ക് പരീക്ഷയാണ്. അതുമല്ല, അവൾക്ക് അവളുടെ വീട്ടിൽ പോണ്ടേ. ഓക്കെ, ഞാൻ റെഡി. ആ, നീ പോയിട്ട് ആ ജീലുവിനെ വിളിച്ചിട്ട്. ശരി. ജീലു വിളിക്കുന്നു. എന്താടാ, സമ്മതിച്ചോ? പരമാവധി ലോഹ ഉഴപ്പാൻ ശ്രമിച്ചു. ഞാൻ വിട്ടില്ല. വാ.